11 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റാർട്ടപ്പ് ആണോ? ഒരു കമ്പനീനെ 10 വർഷം വരെയൊക്കെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാം. പക്ഷേ ഒരു 200 ഓഫീസുകളുള്ള ഇവർ തന്നെ വിളിക്കുന്ന ഈ വലിയ കമ്പനിയെ എങ്ങനെ സ്റ്റാർട്ടപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും? 11ാം വർഷവും ശമ്പളം കൊടുത്തില്ല, റെന്റ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ പേരുദോഷം കേൾക്കുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നല്ലതല്ല. ഒരുപാട് വീഡിയോസ് ഞാൻ കേട്ടു, ഇത് ഫ്രോഡാണ്, തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. റിയലി ഇതിനകത്തെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യം എനിക്കും അറിയത്തില്ല. എന്താണ് ഞാനെന്നും എന്താണ് ടാൽറോപ്പ് എന്നും മനസ്സിലാവണം. അത് മനസ്സിലാക്കണമെങ്കിൽ 5 വർഷം വേണം, എന്നിട്ടാണല്ലോ പൂട്ടിക്കുന്നത്. ഇവർ ഈ പറയുന്നത് പോലെ ഈ കമ്പനിയെ മനസ്സിലാക്കാൻ 5 വർഷത്തോളം എടുക്കുമെന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ മനസ്സിലാകത്തുമില്ല. എന്നാൽ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനും അന്വേഷിച്ചു. കണ്ടുപിടിച്ചതോ ഇവരുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയയിലും ഒന്നും ഒരു സർവീസ് പോലും ഡയറക്റ്റ്ലി ഇവർ സെല് ചെയ്യുന്നില്ല. ഒരു പരസ്യവും ആരും തന്നെ കണ്ടിട്ടുണ്ടാകുകയുമില്ല. വെബ്സൈറ്റിനകത്ത് ഇതൊരു കമ്പനിയാണെന്ന് പോലുമില്ല. എക്കോസിസ്റ്റം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഡേറ്റ പരിശോധിക്കുമ്പോൾ 2023 ഫിനാൻഷ്യൽ റിസൾട്ട് അനുസരിച്ച് വെറും 1.5 കോടി രൂപ മാത്രമാണ് ഇവരുടെ ടേൺ ഓവർ. ഇത്രയും ഓഫീസേഴ്സിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പോലും ഇത് തികയത്തില്ലെന്ന് വ്യക്തമല്ലേ? ഇവർക്ക് 100ഓളം സ്റ്റാർട്ടപ്പുകളുണ്ട്. സിഇഒയെയും ടാൽറോപ്പിനെയും പ്രൊമോട്ട് ചെയ്തതിൻ്റെ പകുതി ചെലവുണ്ടെങ്കിൽ ഇതിൽ പകുതി മുക്കാൽ സ്റ്റാർട്ടപ്പുകാരും ഇന്ന് വിജയിച്ചത്. സർപ്രൈസിംഗ്ലി ഇതിലൊരു സ്റ്റാർട്ടപ്പ് പോലും വിജയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നോക്കിയിട്ട് ഞാനൊട്ട് കണ്ടിട്ടുമില്ല. ഇങ്ങനെയുള്ള മറ്റ് ഈ പറഞ്ഞ എക്കോസിസ്റ്റങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ സ്വന്തമായ രീതിയിൽ സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്ത് സ്വന്തമായി നേട്ടങ്ങൾ കൊയ്യാനല്ലേ നമ്മൾ ഇന്നൊവേറ്റീവായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടത്. ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ടാൽറോപ്പിൽ ഒരു ഐഡിയയും കൊണ്ട് ഞാൻ ചെന്നാൽ ടാൽറോപ്പിൻ്റെ അടിയിൽ മാത്രമേ ആ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു ബ്രില്യൻ്റ് ഐഡിയ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടത് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കാനായിരിക്കും നമ്മളെപ്പോലുള്ള ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാതെ ഇങ്ങനെയുള്ള ഒരാളുടെ എക്കോസിസ്റ്റത്തിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ ഐഡിയാസ് ഉണ്ടായി നല്ല രീതിയിൽ ഒരു ബിസിനസ്സിനെ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സും പൈസയും നിങ്ങളെ തേടിയെത്തും.